അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സൂറ അൽ ബലദ് എങ്ങനെ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാമെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ലാ ഉഖ്സിമു, ഇവിടെ ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ്ദക്ഷരവും ഹംസയും രണ്ട് വേർഡുകളായി വന്നു കഴിഞ്ഞാൽ 2 or 4 ഹർക്കത്ത് നീട്ടി പാരായണം ചെയ്തു കൊടുക്കുക. മദ് ജായിസ് മുൻഫസിൽ. ഉഖ്സിമു, ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ നമ്മൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഹഇൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, പക്ഷേ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദിനെ കളഞ്ഞിട്ട് ഓതി കൊടുക്കുക. ലാമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ദാലിന് നമ്മൾ നിർത്തുമ്പോൾ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. വഅൻത, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. വഅൻത ഹില്ലും ബിഹാദ. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. വസത്തുൽ ഹൽക്കിൽ നിന്നും സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഹില്ലും ബിഹാദ, ഇവിടെ നൂൻ സാക്കിനയുടെയും തെൻവീനിൻ്റെയും നിയമമായിട്ടുള്ള ഇഖ്ലാബാണ് വരുന്നത്. നൂൻ സാക്കിനക്കോ തെൻവീനിനോ ശേഷം ബ എന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ നൂൻ സാക്കിനയെയും തെൻവീനിനെയും നമ്മൾ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉച്ചരിച്ച് കൊടുക്കുക, ഇഖ്ലാബ് ചെയ്യുക. ഓക്കെ, ഹില്ലും ബിഹാദ ഉന്നയോടുകൂടി മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹില്ലും ബിഹാദൽ ബലദ്. ഹഇൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ അടുത്ത വേർഡായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദിനെ കളഞ്ഞിട്ടാണ് ഉച്ചരിക്കുന്നത്. ലാമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ദാല് അവസാനത്തിൽ നിർത്തുമ്പോൾ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക കേട്ടോ. ഓക്കെ, വവാലിദിം വമാ വലദ്. 2 വാവുകൾ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ വാവിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാലിന് കെസ്റത്ത് തൻവീനാണ് വന്നിട്ടുള്ളത്. കെസ്റത്ത് തൻവീനിന് ശേഷം ഇതാ ബഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു, ഉണ്ണയോട് കൂടി ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. വവാലിദിം വമാ വലദ്. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അവസാനത്തിൽ നിർത്തുമ്പോൾ ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ലഖദ്, ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഖലഖനൽ ഇൻസാന, ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്യുക. ഖാഫും ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്ററും കൂടിയാണ് ഖാഫ്, അതുകൊണ്ട് സുക്കൂൻ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദിനെ കളഞ്ഞിട്ടാണ് നമ്മൾ ഓതുന്നത്. ഖലഖനൽ ഇൻസാന, ലാമിന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള സീന് വന്നു, നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഫീ കബദ്, ഫഇൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കബദ്, കാഫിനെ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദാലിന് നിർത്തുമ്പോൾ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. ഓക്കെ, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അയഹ്സബു, ഹ കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തതുകൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്, അതിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അയഹ്സബു അല്ലൻ യഖ്ദിറ, ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു, മണിക്കാതെ ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഇദാം ബിലാഗുന്ന. അയഹ്സബു അല്ലൻ യഖ്ദിറ. അടുത്തത് നൂൻ സാക്കിനയ്ക്ക് ശേഷം യാ, ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു, ഉണ്ണയോട് കൂടി ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ, മണിച്ചിട്ട് ലയിപ്പിച്ചു കൊടുക്കുക. ഇദാ ബിഉന്ന. അല്ലൻ യഖ്ദിറ, ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്യുക.
കൽക്കലയുടെ ലെറ്ററും കൂടി ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കുക. യഖ്ദിറ റ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കും. അലൈഹി അഹദ് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ഇയാൾക്ക് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. അഹദ് ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വസത്തുൽ ഹൽക്കിൽ നിന്നും വരുന്നു. അതിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കുക. അവസാനത്തിൽ ദാലിൽ നിർത്തുമ്പോൾ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ. യഖൂലു ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. വൗമദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യഖൂലു അഹ്ലക്തു ഹാക്ക് ഹാഫ് സുക്കൂന് കൊടുക്കുക. കാഫിനും ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടിൽ വേണം ഉച്ചരിക്കാൻ. അഹ്ലക്തു. ഓക്കെ. മാലല്ലുബദ മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിന് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. മണിക്കാതെ ലയിപ്പിച്ചു കൊടുക്കുക. മാലല്ലുബദ. അവസാനത്തിൽ ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. ഫതഹ തെൻവീൻ നിർത്തുമ്പോൾ നമ്മൾ 2 കൗണ്ട് മദ് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. അയഹ്സബു അല്ലം യറഹു അഹദ്. അയഹ്സബു ഹ തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും വരുന്നു. അതിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്ററല്ലല്ലോ, ഹാഫ് സുക്കൂന് കൊടുക്കുക. അല്ലം യറഹു അഹദ്. ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. മണിക്കാതെ ലയിപ്പിച്ചു കൊടുക്കുക. ഇദ്ഗാം ബിലാഉന്ന. യറഹു അഹദ്. റ ഫതഹ അതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കും. ഇവിടെ ഹ ഉ വമീറിൻ്റെ ഒരു നിയമമാണ് വരുന്നത്. ഹ ഉ വമീറിന് ശേഷം മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും വന്നു. 4-5 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക കേട്ടോ. യറഹു അഹദ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും വരുന്നു. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.